എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. അലിയാർ കാസിം ആണെന്നാണ് എൻ്റെ ധാരണ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് MC അബ്ദുൽ നാസർ സാഹിബ് എന്നാണ്. ആ ഒരു പേരിലാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ അലിയാർ കാസിം എന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ അത് ഇദ്ദേഹമാണോ അലിയാർ കാസിം എന്നും എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കോയ കാളിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കോയ കാളിംഗ് നിരോധിക്കണമെന്നും അല്ലെങ്കിൽ ഇസ്ലാം തകർന്നു പോകുമെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാസിമിക്ക കണ്ടിരിക്കുന്നു. അതിൽ ആവേശം പൂണ്ട് അദ്ദേഹം അതിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നെ പറട്ടയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മുഖഭാവം കാണുമ്പോൾ തന്നെ ആ ഇട്ട വീഡിയോ അദ്ദേഹത്തിന്റെ എവിടെയോ വശക്കേടായിട്ട് കൊണ്ടു എന്ന കാര്യവും വ്യക്തമാണ്. അപ്പോൾ അതിന് മറുപടി പറയാതെ എന്തെങ്കിലും ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം കാസിമിക്ക എന്തെങ്കിലും ഗീർവാണം അടിച്ചെന്നും പറഞ്ഞ് കാസിമിക്കയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാന്നേ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കുന്ന കേൾവിക്കാരുണ്ട്, അവർ കാര്യങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് ഇവിടെ കേൾവിക്കാരാണ് പ്രധാനം, കാസിമിക്കയോ ഞാനോ അല്ല. കാസിമിക്കയുടെ സംസാരത്തിൽ നിന്നും പെന്തക്കോസ്റ്റിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. കാസിമിക്കയെ പോലെ ഒരാൾ പെന്തക്കോസ്റ്റിൽ അല്ല നിൽക്കേണ്ടത്. കാരണം പെന്തക്കോസ്റ്റിൽ അത് ശോഭിക്കാൻ പറ്റത്തില്ല. കാസിമിക്കയ്ക്ക് ഒരു പ്രത്യേക കൃപാവരം തന്നെയുണ്ട്. അതൊന്നും പെന്തക്കോസ്റ്റിനകത്ത് വിലപ്പോവില്ല. അതിന് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് ഇസ്ലാം തന്നെയാണ്. അതെന്താണ് കൃപാവരം എന്ന് ചോദിച്ചാൽ, വായ തുറന്നാൽ കള്ളം വളരെ മറ്റുള്ളവർ മനസ്സിലാകാത്ത രീതിക്ക് പറയാനുള്ള മികവ്. അത് കാസിമിക്കയ്ക്ക് സ്വയസിദ്ധമായി കിട്ടിയതാണോ, എങ്ങനെ ലഭ്യമായെന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു മികവ് അക്കാര്യത്തിലുണ്ട്. അത് ശരിക്കും വിളയിപ്പിക്കാൻ പറ്റിയ സ്ഥലം വ്യാജം ഭംഗിയായി നട്ട് വളർത്തിയ, എന്ന് പറഞ്ഞാൽ കള്ളത്തിന്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ മുഹമ്മദിനെ നോക്കിക്കൊള്ളുവിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വിളനിലം തന്നെയാണ് ബഹുമാനപ്പെട്ട കാസിമിക്കയ്ക്ക് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് പെന്തക്കോസ്റ്റിനകത്ത് നിന്ന് മെനകേടുണ്ടാക്കാതെ നല്ല നിലം തിരഞ്ഞെടുത്തതിൽ താങ്കളോട് വളരെയധികം ബഹുമാനവുമുണ്ട്. താങ്കളെ പോലെയുള്ള ഒരുപാട് പേര് ഇനിയും പെന്തക്കോസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അവരെയൊക്കെ ഈ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ കാസിമിക്ക അങ്ങോട്ട് കൊണ്ടുപോയി എടുക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം അവരിവിടെ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് അവരുടെ കൃപാവരൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാസിമിക്ക എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റ് വിട്ടുപോയതെന്നും പെന്തക്കോസ്റ്റിൽ കണ്ട ഉപദേശത്തിലെ പ്രശ്നവും അതിന് ഓപ്പോസിറ്റായി ഇസ്ലാമിൽ ലഭ്യമായ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമായ മികവും ഒന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കും ഇസ്ലാമിലെ സ്വർഗത്തിന് വേണ്ടിയാണ് ഇക്ക അങ്ങ് പോയതെന്ന് വിചാരിക്കും. കാരണം അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഒരു സാംസ്കാരിക ലോകത്ത് അതൊരു ക്ഷീണം പോലെ തോന്നുമെന്ന് എനിക്ക് തോന്നും. ആ ഭാഗമൊക്കെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഞാൻ ഒരിക്കലും കോയ കോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ 80% മുസ്ലിമും പിറകോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കോയ കോളിംഗിലേക്ക് വിളിക്കുന്നതിൽ 80% അവരുടെ കൂടെ പോകും, യമുക്കളുടെ കൂടെ പോകും, എക്സ് മുസ്ലിംസിന്റെ കൂടെ പോകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എല്ലാ മുസ്ലിമും പോകുന്നത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പോയാൽ ശരിയാവില്ലിക്ക. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ അമരണമെന്നും ഇവകളെ മുഴുവൻ നശിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗം വരും എന്നും പറയുമ്പോൾ വളരെ ശക്തമായി ആ തിന്മയെ വളർത്തിക്കൊണ്ടെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇസ്ലാമാണ്. അപ്പോൾ അത് തകർന്നു പോകും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് തകർന്നാൽ വചനം ശരിയല്ലാതെ വരും. വചനത്തിനൊരിക്കലും ശരിയല്ലാതെ വരാനൊക്കില്ലല്ലോ.
അതുകൊണ്ട് വചനം അതുപോലെ സംഭവിക്കേണ്ടതിന് തിന്മ, മ്ലേച്ഛത വളരേണ്ടതായിട്ടുണ്ട്. ആ മ്ലേച്ഛത വളരാൻ ആവശ്യമായ വെള്ളവും വളവും കൊടുക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് അത് വളരുന്നത്. ശക്തമായത് വളരുക തന്നെ വേണം. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യം തിരിച്ചറിഞ്ഞാൽ ആൾക്കാർ എക്സ് മുസ്ലിമിലേക്ക് പോകും. ഈ എക്സ് മുസ്ലിമിലേക്ക് വിളിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്നത്, ജാമിദ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട, ജബ്ബാർ മാഷ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട, ആരിഫ് ഖാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട, പിന്നെ ഇവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കേണ്ട. പിന്നെ ആര് പറയുന്നത് ശ്രദ്ധിക്കണം? അവർ പറയുന്ന ന്യായങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ പറയുന്ന അന്യായങ്ങൾക്ക് ന്യായമായ മറുപടി കൊടുക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ. ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്ത, വിശുദ്ധ വേദപുസ്തകത്തെ ചോദ്യം ചെയ്ത എല്ലാ ചോദ്യങ്ങൾക്കും സഭ്യമായ മറുപടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറയുന്ന നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾക്കാവില്ല, അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിന് മറുപടി കൊടുക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങളുടെ ഗ്രന്ഥത്തിന് അതിനുള്ള പാങ്ങില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്. അതിനെന്തെങ്കിലും എവിടെ കൂടെങ്കിലും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അലിയർ ഖാസിം തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ കുറെ വീഡിയോസ് ഇട്ടിരുന്നു. അതിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എന്നെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ പറയുന്നുണ്ട്, ഇയാളുടെ കൂട്ടുകാരൻ ഞാനൊരു പുസ്തകം കൊടുത്തു, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ആ പുസ്തകം പൗലോസ് പറഞ്ഞ എന്തുണ്ടോ, മകൾ തന്നെ കന്യക എന്നോ കന്യക തന്നെ മകളെന്നോ അങ്ങനെ പറഞ്ഞിട്ടൊരു പുസ്തകം, വേറെ ആരോ എഴുതിയൊരു പുസ്തകം കാസിമിക്കയുമായി സംസാരിക്കാൻ വേണ്ടി കോടിത്തോട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. അതിന്റെ ഫോട്ടോയും ഒക്കെ എനിക്ക് അയച്ചു തന്നു. ആ പുസ്തകം വായിച്ചിട്ട് മറുപടി പറയേണ്ടത് കൊടുത്തോട്ടമാണ്. കൊടുത്തോട്ടം അത് ആവശ്യമുള്ളതാണെങ്കിൽ മറുപടി പറയും, പറയാതൊന്നും പോകുന്ന ആളല്ല. ഇല്ലെങ്കിൽ പുസ്തകം അദ്ദേഹത്തിന്റെ ഷെൽഫിൽ കൊണ്ട് വച്ച് കാണുമ്പോൾ തിരിഞ്ഞു പോലും നോക്കിയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലൊന്നും നിങ്ങൾക്ക് ഒരു പുസ്തകവും എഴുതാൻ പറ്റില്ല, ഒരാശയവും പറയാൻ പറ്റില്ല. അതിനകത്തൊന്നും സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ട് വെറുതെ വെള്ളം തിളപ്പിക്കൊന്നും വേണ്ട. പിന്നെ പരട്ടയാണ് ചിരട്ടയാണ് ചീത്ത വിളിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അതൊരുമാതിരി മറുപടി ഇല്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെ ഉള്ളൂ. അത് പ്രായമൊക്കെ ഉള്ള അലിയാർ ഖാസിമിനെ പോലെയുള്ള ഒരാളൊക്കെ ചെയ്യുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിലും ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ നിവൃത്തിയുള്ളൂ, ഒന്നും പറയാനില്ല. ഇനി ഈ ഖാസിം തന്നെ എനിക്കിട്ട് തന്ന ചില വീഡിയോസ് ഞാൻ ഒരെണ്ണം കേട്ടു, ഒരു 3/4 ഭാഗം കേട്ടു. വലിയ കഴമ്പുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് വളരെ വൈരുദ്ധ്യമായിട്ടാണ്. ഞാനതിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം നബിയുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്, അത് കൊടുത്തോട്ടത്തിന് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അദ്ദേഹം അതിനെ തിരിച്ചു പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്, പറയാതൊന്നും അയാൾ പോവില്ല. നബി ആയിഷയെ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിലാണെന്നും അത് പണ്ട് നടപ്പിലുണ്ടായിരുന്നതാണെന്നും അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാക്കേണ്ടതില്ല എന്നും രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഖാസിമൊക്കെ പറയുന്നത്. എനിക്ക് ഈ കരച്ചിൽ കണ്ടപ്പോൾ പ്രയാസമാണ് തോന്നിയത്. കാരണം രവിചന്ദ്രൻ പറയുന്നത് ഒന്നും ഓക്കെ ആവില്ല, പക്ഷെ ഈ കാര്യത്തിൽ രവിചന്ദ്രൻ പറയുന്നതാണ് ശരി. രവിചന്ദ്രൻ ആരാ ആധികാരികമായി ഒരു കാര്യത്തിൽ മറുപടി പറയാൻ? അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയാം, എനിക്ക് എന്റെ ഒപ്പീനിയനും പറയാം. ആധികാരികമായി പറയുന്നത് നമ്മൾ ആധികാരികമായ ഗ്രന്ഥങ്ങൾ വെച്ച് പറയുമ്പോൾ അങ്ങനെ പറയാം. ഇപ്പൊ രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടാവും, 6-ാം വയസ്സുകാരി കല്യാണം കഴിക്കുന്നത് വലിയ കാര്യമൊന്നും ഉള്ള കാര്യമല്ല, മറ്റു കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്നും വല്ലമായിരിക്കും പറഞ്ഞത്. സുഹൃത്തെ, ഇവിടെ അറിയേണ്ടതൊരു പ്രധാനപ്പെട്ട കാര്യം, ബുദ്ധനെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിക്കുന്നു, ക്രിസ്തുവിനെ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നു. ഇവരെയൊക്കെ അനുകരിച്ചാൽ നമ്മൾ ആരും കാരാഗ്രഹത്തിലാവില്ല. കാരാഗ്രഹത്തിലാവാനുള്ളൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ മാനവരിൽ മഹോന്നതനായി നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ അയാൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായാലും അയാൾക്ക് ആ മഹോന്നതത്വം വേണ്ടേ? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് അന്നത്തെ ഒരു ലോക്കൽ മനുഷ്യനായി 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഭോഗിച്ച് ജീവിച്ച മനുഷ്യനെ മഹോന്നതനാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഉന്നതനാക്കിയാലും വേണ്ടുകാലെന്ന് പറയാം, പക്ഷെ മഹോന്നതനൊക്കെ ആക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കണ്ടേ?
എന്തായാലും അത് നിങ്ങളുടെ കോർട്ടിലാണല്ലോ, അത് നിങ്ങളുടെ സൗകര്യത്തിന് വിടുകയാണ്. അതൊന്നും സംസാരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ അതിൽ കാണിച്ച പുള്ളിയുടെ ഒരു ന്യായം, ഗീർവാണം എന്ന് വേണമെങ്കിൽ പറയാം. അത് സാരമില്ല എന്ന നിലയിൽ. അതെന്നല്ല, നബിചര്യകളൊന്നും നമുക്ക് ഇന്ന് ആപ്ലിക്കബിൾ അല്ല. സുഹൃത്തെ, നബിയേക്കാൾ പുറകിലല്ലേ ക്രിസ്തു ജീവിച്ചിരുന്നത്? ക്രിസ്തു 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രാകൃതമായ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതം സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതിനേക്കാളും പുറകിലല്ലേ ക്രിസ്തു ജീവിച്ചത്? ക്രിസ്തുവിന് ഇത്തരത്തിൽ വൈകൃതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതോ ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇമാതിരിയുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു? അതോ ക്രിസ്തുവിന് ലൈംഗിക താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ശരീരത്തിലാണോ ക്രിസ്തു വന്നത്? എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഇതിനെ എതിർത്തു പറയുന്നത്. ക്രിസ്തുവിന്റെ പിന്തുടർച്ചക്കാരനായി വന്നു എന്ന് പറയുന്ന പ്രവാചകൻ ക്രിസ്തുവുമായി പുലബന്ധം പോലുമില്ല. ദോശ മറിച്ചിട്ടതുപോലെ ഇരിക്കുന്നു രണ്ടാളും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മഹോന്നതനാക്കിക്കോളൂ. നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്, അകത്താകും. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ പിൻഗാമിയായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് പ്രതിഷ്ഠിക്കാൻ മെനക്കെടരുത്. അത്രേ ഞങ്ങൾ പറഞ്ഞു. ഇനി ഇദ്ദേഹം കൊടുത്തോട്ടത്തോട് ചോദിച്ചിരിക്കുന്ന 2-3 ചോദ്യങ്ങൾ. മുഹമ്മദിനെ അനുകരിച്ചാൽ ജയിലിലാകുമെങ്കിൽ ക്രിസ്തുവിനെ അനുകരിച്ചാൽ ജയിലിലാവില്ലേ? അതിന് അദ്ദേഹം പറഞ്ഞ ന്യായമായ 2-3 കാര്യങ്ങൾ എന്നെ ചിരിപ്പിച്ചു. കാരണം കാസിമിക്ക പെന്തക്കോസിലായിരുന്നല്ലേ. 2-3 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഏതാണ് ദഹിക്കാതെ പോയതെന്ന് എനിക്കറിയില്ല. അതോ ഇദ്ദേഹം ഇങ്ങനെയാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തു കാനായിൽ കല്യാണ വീട്ടിൽ മദ്യം വിളമ്പി. അവിടെ മദ്യമല്ല വിളമ്പിയത്, അവിടെ വീഞ്ഞാണ് വിളമ്പിയത്. നമ്മളിവിടെ ചായ കുടിക്കുന്നത് പോലെ, ഇവിടെ ബ്ലാക്ക് ടീ കുടിക്കുന്നത് പോലെ യഹൂദന്റെ വിഭവമാണ് വീഞ്ഞ്. മുന്തിരിവള്ളിയുടെ അനുഭവം അത് അവരുപയോഗിക്കുന്ന കാര്യമാണ്. അതിവിടെ ഉപയോഗിക്കാമല്ലോ. വീഞ്ഞ് ഇവിടെ കുടിക്കുന്നതിന് എന്നാ കുഴപ്പം? ജയിലിൽ പോലീസ് പിടിച്ചിട്ട് പോകും. കാസിമൊക്കെ എന്താണ് പറയുന്നത്? റിലേ പോയതാണോ? എന്താണ് പ്രശ്നം? അവിടെ വിവാഹ വീട്ടിൽ വിളമ്പുന്ന സാധനമാണ്, അല്ലാതെ അവിടെ രാജ്യദ്രോഹ കുറ്റമായതല്ല. ഇന്ത്യയിലും ഇത് രാജ്യദ്രോഹമുള്ള കാര്യമല്ല. അതുകൊണ്ട് യേശുക്രിസ്തു വാറ്റുകാരനായിരുന്നു എന്നൊന്നും വരുത്തി തീർത്തുകൊണ്ട് യേശുവിനേക്കാൾ നല്ലത് നബിയാണെന്ന് കരുതുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ നബി മുൻപിലോട്ട് വെച്ച സ്വർഗം, അതൊരു വല്ലാത്ത സ്വർഗം തന്നെയാണ്. അതിന്റെ ട്രയൽ ഇവിടെ എടുക്കാതിരിക്കാൻ വേണ്ടി പാവപ്പെട്ട അതുങ്ങളെ സുരക്ഷയ്ക്കായിട്ട് കറുത്ത തുണിയിൽ പൊതിഞ്ഞു നടക്കുന്നതും അതുങ്ങളത് ചെയ്യാൻ തയ്യാറാകുന്നതും ഒക്കെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു ജനത്തിന്റെ കണ്ണ് എത്രത്തോളം കുരുടാക്കിയിരിക്കുന്നു എന്നതോർത്ത് സഹതാപം തോന്നുന്നു. ഏതായാലും ദൈവമക്കൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണു തുറക്കാൻ, നിങ്ങൾ കണ്ണു തുറന്ന് വെളിച്ചം കാണട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ 2-ാമത്തെ അഭിപ്രായം യേശുക്രിസ്തു ഭൂമിയിൽ തീയിടുവാൻ വന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താണ് തീ? എന്താണ് കാര്യം? മത്തായി സുവിശേഷം 10-ാം അധ്യായമാണ് ഈ പറയപ്പെടുന്ന വിഷയം കിടക്കുന്നത്. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അവരെ 12 ശിഷ്യന്മാരെ എടുത്ത് ശുശ്രൂഷയ്ക്ക് വിടുന്നതാണ് രംഗം. 12 അപ്പോസ്തലന്മാരുടെ പേരാ ഇത് നമുക്ക് തൽക്കാലം വേണ്ട. 5-ാം വാക്യം, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. യേശുക്രിസ്തു വന്നത് ഇസ്രായേലിനോട് ഇസ്രായേലിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുമായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും
ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ജോലിക്ക് പോകുന്നയാള് എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ഇവിടെ ക്രിസ്തു അവരെ പറഞ്ഞ് ഓർപ്പിക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങളെല്ലാം കരുതി പോകണ്ട, ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 11-ാം വാക്യത്തിൽ വരുമ്പോൾ, ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിപ്പിൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ, ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം ചെയ്യുവിൻ, അതിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ മേൽ വാഴട്ടെ, യോഗ്യത ഇല്ല എന്ന് വരികിൽ സമാധാനം മടങ്ങിപ്പോകട്ടെ. നിങ്ങൾ അവിടെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ, രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അത് അർഹതയുള്ളവനാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ അവൻ സ്വീകരിക്കട്ടെ, അതർവൈസ് അത് അവൻ സ്വീകരിക്കാതിരിക്കട്ടെ എന്നേ ഉള്ളൂ അതിനർത്ഥം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോമ്യരുടെയും ഗോമേരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൊടി അവിടെ തട്ടിക്കളവിൻ എന്ന് പറഞ്ഞാൽ അത് സാക്ഷ്യമായിട്ട് അവിടെ കിടക്കട്ടെ. ന്യായവിധി വരുമ്പോൾ, പണ്ട് സോതോമിനെ കർത്താവ് ന്യായം വിധിച്ചിട്ടുണ്ട്, അതുപോലെ ഇവർക്ക് ന്യായവിധി വരുമ്പോൾ അത് കടുപ്പമുള്ള ന്യായവിധി ആയിരിക്കും എന്നത് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ പറഞ്ഞത്. 16-ാം വാക്യം, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇതിനെ പണ്ടൊരു ഗോപാലേഷൻ ഉണ്ടായിരുന്നു, മൂപ്പര് പറഞ്ഞു നടന്നത്, നിങ്ങൾക്ക് പാമ്പിന്റെ വിഷം വേണമെന്നാണ് പറഞ്ഞു വിട്ടതെന്ന്. അത് അയാൾക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വിവേകം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ. വാസ്തവത്തിൽ കാസിമിക്കടക്ക് നടുവിൽ നമ്മൾ വരുമ്പോൾ ആടിനെ പോലെ തന്നെയാണ് വരുന്നത്. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തതുമായിരിക്കണം എന്നാ പറയുന്നത്. ബുദ്ധി പാമ്പിനെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടികൊള്ളാതെ മാറിപ്പോകാൻ, ജനത്തോട് പറയേണ്ടത് സുവിശേഷമാണ്, അവർ രക്ഷപ്പെടുന്നില്ലെങ്കിൽ മാറിപ്പോകാൻ, അവർ ഉപദ്രവിക്കാൻ വന്നാൽ മാറിപ്പോകാൻ, അപ്പൊ തന്നെ നമ്മളുടെ നിഷ്കളങ്കത സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളു. കാസിമിക്കെ പോലുള്ള മനുഷ്യരെ സൂക്ഷിച്ചോളാൻ പറയുക. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്യും. ഇതൊക്കെ എത്രയോ ഇടങ്ങളിൽ ചെയ്തിരിക്കുന്നു സുഹൃത്തെ, എത്രയോ ഇടങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ABC ചാനൽ ചെയ്തിരിക്കുന്നുണ്ട്. 62,000 ആൾക്കാരെ, 62 ലക്ഷമോ അതോ 62,000 ആൾക്കാരെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ലോകത്തെമ്പാടും ക്രൈസ്തവ രാഷ്ട്രങ്ങളായിരുന്ന എല്ലായിടത്തും ആൾക്കാരെ കയറി കൊന്നും എടുത്തും ഒക്കെ തന്നെയാണ് ഈ ഇസ്ലാം ആ ദേശമൊക്കെ കൈക്കലാക്കിയിരിക്കുന്നത്. അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് പറയുക. എന്റെ നാമം നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്ക് മുമ്പേ കൊണ്ടുപോവുകയും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടത് എന്ന് വിചാരിക്കേണ്ട, പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവ് തരും എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. അടുത്ത് 21 മുതലുള്ള വാക്യം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. ശുശ്രൂഷയ്ക്കായി പറഞ്ഞു വിടുന്ന രംഗത്തിലാണ് ഈ നടക്കുന്ന കാര്യം. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും, അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷം നിങ്ങൾ അവിടെ ചെന്ന് പറയുമ്പോൾ അവർ സ്വീകരിക്കുന്നു എന്ന് വരികിൽ, ഇപ്പോൾ ഒരു സഹോദരൻ സ്വീകരിച്ചാൽ അടുത്ത സഹോദരൻ അയാളെ കൊല്ലാൻ ശ്രമിക്കും. അടുത്ത് പറയുന്നു, അപ്പൻ മകനെ കൊല്ലും. ഇതൊക്കെ ഇസ്ലാം എത്രയോ ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനകത്തുനിന്ന് ഒരാൾ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നാൽ അയാൾ കൊല്ലപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴാണ് ഈ എക്സ് മുസ്ലിം ഒക്കെ ഇത്ര സ്ട്രോങ് ആയതിനു ശേഷമാണ് ഈ കൊലപാതകമൊക്കെ ഒരല്പം കുറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യും സുഹൃത്തെ. അത് ഇസ്ലാമിലെന്ന് മാത്രമല്ല, എല്ലായിടത്തും അത് ചെയ്യും. ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. റോമൻ കാത്തലിക്കിൽ നിന്ന് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് പുണ്യാളന്മാരെയും മറിയത്തെയും അവരുടെ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഉപേക്ഷിച്ച് ഒരാൾ സ്നാനപ്പെട്ട് ക്രിസ്തുവിലായാൽ അയാൾ ഒറ്റപ്പെടുമെന്ന് ഉറപ്പാണ് സുഹൃത്തെ. പള്ളിക്കകത്ത് പോലും വിളിച്ചു പറയും മനുഷ്യൻ രക്ഷിക്കപ്പെടരുത് എന്നുള്ള കാര്യം. അപ്പോ അവിടെ വരുമ്പോഴാണ് കാത്തലിക്കും ഈ പറഞ്ഞ ഇസ്ലാമും എല്ലാം ഒരു ത്രാസിൽ തൂങ്ങുന്നത്. യഥാർത്ഥ ക്രിസ്തുവിനെ, മാനവകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ എല്ലായിടത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും സുഹൃത്തെ. ഒറ്റപ്പെടും. എത്രയോ പേർക്ക് കൊടുക്കാനുള്ള സ്വത്തുക്കൾ കൊടുത്തിട്ടില്ല, എത്രയോ പേരെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. ഇവകളെല്ലാം യാഥാർത്ഥ്യമാണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ എവിടെയെങ്കിലും മതമനുസരിക്കാത്തവനെ, മതത്തിലേക്ക് വരാത്തവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ കാസിമിക്ക? പക്ഷെ കാസിമിക്ക ഇന്ന് സൂക്ഷിക്കുന്ന ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തെ. അവിടെയാണ് ഈ പ്രശ്നം. അവിടെയാണ് നമ്മൾ തമ്മിൽ വ്യത്യസ്തത മനസ്സിലാക്കുന്നത്. ക്രിസ്തു പറഞ്ഞത്
നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. നിങ്ങൾ സൂക്ഷിച്ചോണം എന്നാ പറയുന്നത്. അടുത്ത് പറയുക, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. കണ്ടോ, തിരിച്ചു അടിക്കാനല്ല പറഞ്ഞേ, ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. താഴേക്ക് വരുമ്പം പറയുക 28, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടും. കേട്ടോ, ആര് കൊല്ലാൻ നോക്കിയാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ദേഹത്തെ അവർ ഉപദ്രവിച്ചേക്കാം, നിങ്ങളെ അവർ കൊന്നേക്കാം, നിങ്ങൾ പേടിക്കണ്ട. ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. അടുത്ത് പറയുന്നു, കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. വളരെ കൃത്യമായിട്ട് പറയുക, ഏറിയ കുരികിൽ എന്ന് പറഞ്ഞാൽ 1 പണത്തിന് 2 കുരികിൽ, 2 പണത്തിന് 5 കുരികിൽ കൊടുക്കും. അവിടെ ഒരെണ്ണം എക്സ്ട്രായാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുക. ആ ഫ്രീ ആയിട്ട് കൊടുത്ത കുരികിലിനെയും കാശിന് കൊടുത്ത കുരികിലിനെയും ഒരുപോലെ പരിപാലിച്ച ദൈവം, അതവിടെ ഓർപ്പിക്കുന്നത്. നിങ്ങളെയും പരിപാലിക്കും, നിങ്ങളെയും കൈവിടില്ല, നിങ്ങളെയും ഉപേക്ഷിക്കില്ല. അതാ ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അനാഥരായി നിങ്ങളെ വിടുകയില്ല. ആ ക്രിസ്തുവാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി മഹിമയുടെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതും നമ്മോട് കൂടെ എല്ലായിടത്തും ഇരിക്കുന്നതും. അതുകൊണ്ടാണ് ആ ക്രിസ്തുവാണ് ഞങ്ങളെ പ്രബോധിപ്പിച്ച് നടത്തുന്നത്. ആ ക്രിസ്തുവാണ് ഞങ്ങളെ നിത്യതയ്ക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ലോകം മുഴുവൻ വന്നെത്താനുള്ളത്. ദൗർഭാഗ്യവശാൽ ക്രിസ്തുവിൽ നിന്ന് വഴിപിഴപ്പിക്കുകയാണ് ഇപ്പോൾ താങ്കളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് 32 പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അടുത്ത വാക്യമാണ് കസിമിക്ക പ്രശ്നമായിട്ട് എടുത്തു പറഞ്ഞ വാക്യം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സമാധാനം നിലനിൽക്കില്ല. ഈ ഭൂമിയുടെ സിംഹഭാഗവും പിശാചിന്റെ കൈകളിലാണ്. അവകളിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുവാൻ വേണ്ടി സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ ആ സുവിശേഷം ചെല്ലുന്നിടത്ത് ഒരാളെങ്കിലും രക്ഷപ്പെടുവാൻ തയ്യാറായാൽ രക്ഷപ്പെടാത്തവർ അവിടെ കോലാഹലം ഉണ്ടാക്കും. അതാ അവിടെ ഉദ്ദേശിച്ചത്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. കണ്ടോ, എപ്പോൾ സുവിശേഷം തിരിച്ചറിയുമ്പോൾ കാസിമിക്കയ്ക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ ധൈര്യമുണ്ടോ? താങ്കൾ ഇന്ന് നിൽക്കുന്ന സമൂഹം മുഴുവൻ താങ്കളെ ഒറ്റപ്പെടുത്തും, താങ്കളെ ക്രൂശിൽ തറയ്ക്കും. താങ്കൾ അതിന് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. കാരണം താങ്കൾ ഉദ്ദേശിച്ച സ്വർഗം മറ്റൊരു സ്വർഗമാണ്. ആ സ്വർഗം താങ്കൾ അവിടെ നിന്ന് തന്നെ പ്രാപിക്കണം. അത്തരത്തിലൊരു സ്വർഗത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പെന്റക്കോസ്റ്റിനകത്ത് വരുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഏതൊരുത്തൻ താങ്കളുടെ ഇടയിൽ നിന്നും, കത്തോലിക്കയിൽ നിന്നായാലും മതി, ഏത് മാർഗത്തിൽ നിന്നും അവൻ രക്ഷിക്കപ്പെട്ട യേശുവിനെ തിരിച്ചറിഞ്ഞാൽ, മഹാമദ്യപാനിയായിട്ടുള്ളവരുണ്ട്, നാട്ടിന് വേണ്ടാതിരുന്നവരുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നാൽ അവന്റെ കുടുംബക്കാർ ആകെ പ്രശ്നം ഉണ്ടാക്കും. അവൻ മദ്യപാനിയായി നടന്നാൽ അവർക്ക് പ്രശ്നമില്ല, അവൻ പെണ്ണുപിടിയനായി നടന്നാൽ അവർക്ക് പ്രശ്നമില്ല, അവൻ സമൂഹത്തിന് ഒരു പബ്ലിക് ന്യൂയിസൻസ് ആയിട്ട് നടന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ട് അവൻ മാന്യമായി നടക്കാൻ തുടങ്ങിയാൽ അവന്റെ ബന്ധുമിത്രാദികൾക്ക് എന്തോ ഒരു പ്രയാസമാണെന്നറിയാവോ? അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇവിടെ ക്രൂശ് എടുത്തോണ്ട് അനുഗമിക്കാനാ പറഞ്ഞേ, ആരെയും ക്രൂശിക്കാനല്ല പറഞ്ഞേ. ഇവിടെയൊക്കെ കസിമിക്ക വളരെ ബുദ്ധിപരമായി ഇവകളൊക്കെ മോശമാണെന്ന മട്ടിനാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. കസിമിക്കയ്ക്ക് ഇതൊക്കെ അറിയാതൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ നിൽക്കുന്നിടത്ത് പിടിച്ചു നിൽക്കാൻ സൗകര്യം കിട്ടത്തുള്ളൂ. ഇനി കാസിമിക്ക ഒരു വളരെ വികൃതമായ, അതിനെ വികൃതമെന്ന് കാസിമിക്കയുടെ കണ്ണിൽ തോന്നുന്നില്ല. കാരണം കാസിമിക്കയുടെ കണ്ണ് ഇപ്പോ അങ്ങനെ ആയി കഴിഞ്ഞു. അങ്ങനെ കാസിമിക്ക കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ തിന്മ പറയുന്നില്ല. പൗലോസിനെ 2 ചീത്ത പറയുന്നത് അതിങ്ങനെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായോ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? ഈ വാക്യം എടുത്തിട്ട് കാസിമിക്ക പറയുകയാണ്, അവിടത്തെ കൊരിന്ത് സഭയിലെ വിശ്വാസികളിൽ മറ്റാരുടെയോ ഭാര്യയെ പുള്ളിക്ക് കൊണ്ടു നടക്കാൻ അധികാരമില്ലയോ എന്നാണ് ചോദിച്ചതെന്ന്. എന്താ കാസിമിക്ക,
മനുഷ്യൻ അധപ്പതിക്കുന്നതിൽ തെറ്റില്ല. ഇത്ര അധികം ആകേണ്ടത് ആവശ്യമുണ്ടോ കാസിമിക? അതുകൊണ്ട് എന്താണ് നേട്ടം? അത്ര വലിയ ഫണ്ടിങ് താങ്കൾക്ക് അതിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ ഇത്രയൊക്കെ മോശമായിട്ട് പറയാൻ? ഒരു പുസ്തകം വായിച്ചാൽ ഏത് കോമൺ സെൻസ് ഉള്ളവനും മനസ്സിലാകുന്നതിന്റെ അപ്പുറം ഈ മോശം അർത്ഥം താങ്കൾക്ക് എങ്ങനെ ഉണ്ടായി? എങ്ങനെ താങ്കൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പിശാചിനും ഒരു നിലവാരമൊക്കെ ഇല്ലേ? അതിനേക്കാളും മോശമാവാൻ പറ്റുമോ കാസിമിക? ഇതിന് 4-5 ഡയലോഗ്സ് കൂടെ താങ്കൾ പറയുന്നു. കൃഷി ചെയ്യുന്നവൻ അതിന്റെ ഫലം അനുഭവിപ്പാൻ യോഗ്യനല്ലേ എന്ന് പൗലോസ് ചോദിച്ചതുപോലെ കൊരിന്ത് സഭയിലെ വിശ്വാസികളെ ഭാര്യയായി വെക്കാൻ എനിക്ക് അധികാരമില്ലയോ എന്ന് പൗലോസ് ചോദിച്ചു എന്ന്. താങ്കൾ ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന സ്ഥലം താങ്കളുടെ ഈ വേരുകൾ ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്. സ്വർഗത്തിലും അങ്ങനെയുള്ളവകൾ ലഭ്യമാകുമെന്ന് കണ്ട് അങ്ങനെയുള്ള നിതംബങ്ങളെ ഇങ്ങനെ മനസ്സിൽ പുല്ലുകയും സ്വപ്നം കണ്ടും താങ്കൾ ജീവിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ താങ്കളെ കേൾക്കുന്ന ജനമുണ്ട് എന്ന് മറക്കരുത്. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംവിധാനത്തിലെ കള്ളത്തരം താങ്കൾക്ക് പേരണം എന്നുള്ള കാര്യം നല്ലതാണ്. പക്ഷേ താങ്കൾ നിൽക്കുന്ന സമൂഹം ഇതൊരു കേരളമാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. മാത്രവുമല്ല, താങ്കളുടെ രോമത്തിന്റെ കളറ് കൊണ്ട് താങ്കളുടെ പ്രായവും താങ്കൾക്ക് ബോധ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കള്ളത്തരം പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറച്ചുകൂടി മാന്യതയുള്ള കള്ളത്തരമാകുന്നതിൽ തെറ്റില്ല. ബൈബിളിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ താങ്കൾ തലകീഴായി നിന്നാലും സാധിക്കില്ല സായിപ്പേ. അതൊക്കെ താങ്കളുടെ തോന്നല് മാത്രമാണ്. അതിനുവേണ്ടി ശ്രമിച്ച താങ്കളുടെ നേതാവ് മുഹമ്മദ് അടക്കം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് താങ്കളുടെ വ്യാജമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സിന് മറുപടി പറയേണ്ട കാര്യമില്ല. എങ്കിലും ഇവകൾ കേൾക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് കാര്യം തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഓർപ്പിച്ചത്. ഞാനിട്ട നിസാരമായ വീഡിയോയ്ക്ക് ചാടി വീണു മറുപടി പറയാൻ വന്ന താങ്കളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തെ തീർത്തും കണ്ണിൽ ചോരയില്ലാതെ, ആ ഗ്രന്ഥത്തെ മാത്രമല്ല അതിന്റെ നേതാവായിരിക്കുന്ന മുഹമ്മദിനെയും വാരിപ്പെറുക്കിയിട്ട് അലക്കുമ്പോൾ ഒരെണ്ണത്തിൽ പോലും ഞാനിപ്പോൾ സംസാരിച്ചതുപോലെ നിങ്ങളുടെ ഗ്രന്ഥം വായിച്ച് അതിന്റെ അർത്ഥം അതല്ല ഇതാണെന്ന് പറയാൻ താങ്കൾക്കാവില്ല സുഹൃത്തെ. ഞാനിപ്പോൾ കീഴും മേലും കൂടെ വായിച്ചിട്ടാണ് അർത്ഥം പറഞ്ഞത്. ഇതുപോലെ വായിച്ച് താങ്കളുടെ ഗ്രന്ഥം പറയാൻ ആംബിയറുള്ള ഒറ്റൊരുത്തനുണ്ടെങ്കിൽ മതിയായിരുന്നു. ഈ എമുക്കളൊന്നും തല ഉയർത്തില്ലായിരുന്നു, ഈ ജാമിദ ടീച്ചറൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവരൊക്കെ നിസാരമായിരുന്ന് നിങ്ങളുടെ ഖുർആൻ മൊഴികൾ വെച്ച് കത്തിക്കുകയാണ്. ഒരു സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ അയർലൻഡിൽ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ വെറുതെ തെറി പറയുന്നു എന്നല്ലാതെ അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. വെറും കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രം എത്ര കാലം ജീവിക്കാൻ കഴിയും കാസിമിക? കുറെ ആൾക്കാരെ കുറച്ചു കാലത്തേക്കും കുറച്ചാൾക്കാരെ കുറെ കാലത്തേക്കും തോൽപ്പിക്കാം, പരാജയപ്പെടുത്താം, കള്ളത്തരം കൊണ്ട് മൂടി നിർത്താം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റില്ല സുഹൃത്തെ. കാസിമിക, think twice. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless everybody.